ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സ്കൂളൊക്കെ തുറന്നാലും ശരി, അടച്ചാലും ശരി, പിള്ളേരുടെ പനി അസുഖങ്ങൾക്കൊന്നും ഒരു കുറവുമില്ല. എന്നാൽ അവരുടെ പ്രതിരോധശേഷി നമുക്ക് കൂട്ടാൻ ചില മാർഗ്ഗങ്ങൾ നോക്കിയാലോ. അപ്പോൾ അതിൽ ആദ്യത്തേതാണ് അയൺ സിറപ്പ്. അയൺ സിറപ്പിനകത്ത് ടോൺ ഓഫറാണെന്ന സിറപ്പാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. കടയിൽ നിങ്ങൾക്ക് ഡെക്സ് ഓറഞ്ച് കിട്ടും. അപ്പോൾ എൻ്റെ 8 വയസ്സായ മകന് ഞാൻ 4 ml വെച്ചാണ് കൊടുക്കുന്നത്. 5 വയസ്സായ മകൾക്ക് ഞാൻ അതിൽ കുറച്ച് 2.5-3 അടുത്ത ml കൊടുക്കാറുള്ളൂ. പിന്നെ അടുത്തത് കാണുന്നത് സിങ്കോവിറ്റ് മൾട്ടി വിറ്റാമിൻ സിറപ്പാണ്. അപ്പോൾ ഇത് അടുപ്പിച്ച് കൊടുക്കണ്ട. ഇപ്പോൾ അയൺ സിറപ്പ് കൊടുക്കുന്ന ദിവസം സിങ്കോവിറ്റ് കൊടുക്കണം എന്നില്ല. അതിൻ്റെ അടുത്ത ദിവസം കൊടുത്താൽ ഈ പറയുന്ന ഇത്രയും സംഭവങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് കിട്ടും. നമ്മൾ ഈ കൊടുക്കുന്ന ചോറും കറികളിലും ഇതെല്ലാം ഉണ്ടാവണം എന്നില്ല. പിന്നെ അടുത്തത് നമ്മൾ കാണിക്കുന്നത് മീൻ ഗുളിക. എത്ര കുട്ടികൾ മീൻ കഴിക്കും എന്നുള്ളത് തന്നെ, മീൻ കഴിക്കുന്ന എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. പക്ഷേ ഈ മീൻ ഗുളികയിലുള്ള പ്രതിരോധ ശേഷി നല്ല രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് പനി അസുഖമൊന്നും വരാതെ കാത്തുരക്ഷിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇത് മോൻ കഴിക്കാൻ ഇച്ചിരി പാടാണെങ്കിലും ഇത് കഴിച്ചാൽ നല്ല എഫക്റ്റീവാണ്. അപ്പോൾ ഈ 3 എണ്ണമാണ് മെയിനായിട്ട് ഞാൻ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. പിന്നെ വരുന്നത് വിറ്റാമിൻ D3 ഇങ്ങനെയുള്ളൊരു ഡ്രോപ്സാണ്. പിന്നെ അത്യാവശ്യം നമ്മൾ കൈ കരുതേണ്ടത് കാൽപോളിൻ്റെ ഒരു സിറപ്പാണ്. പനി അസുഖമൊക്കെ വന്നാൽ പെട്ടെന്ന് കൊടുക്കാമല്ലോ. കുഞ്ഞുങ്ങൾക്ക് ഇന്ന മരുന്നുകളൊക്കെ കൊടുക്കണമെന്ന് എനിക്ക് വലിയ ധാരണകളൊന്നുമില്ലായിരുന്നു. പക്ഷെ അടുപ്പിച്ചടുപ്പിച്ച് വരുന്ന പനി അസുഖങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ ഡോക്ടറോട് തിരക്കിയപ്പോൾ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് ഞാൻ കൊടുക്കുന്ന മരുന്നുകളാണിത്. അപ്പം അടുപ്പിച്ച് കൊടുക്കാതെ ഒരു മരുന്ന് ഒരു രീതിയിൽ ഒരു ദിവസം കൊടുക്കത്തക്ക രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.